പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വിഷു. അപ്പോൾ വിഷു ദിവസത്തെ സദ്യ ഉണ്ടാക്കിയതും നമ്മൾ അമ്പലത്തിൽ പോയതും ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങളും എല്ലാം ഞാൻ ഈ ഒരു ചെറിയ വ്ളോഗിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണണേ, എങ്കിലല്ലേ എല്ലാ വിശേഷങ്ങളും അറിയാൻ പറ്റൂ. അതുപോലെ തന്നെ ഒരു സദ്യ ഉണ്ടാക്കാൻ അറിയാത്ത ആളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എല്ലാ സദ്യകളും അതിനകത്ത് ഉൾപ്പെടുന്ന കറികളും നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുവേ. അപ്പോൾ ഇത് ഞങ്ങളുടെ വിഷുക്കണിയാണ്. നമുക്ക് ഇവിടുന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഗുരുവായൂരപ്പൻ്റെ ഒരു വിഗ്രഹം നമുക്കുള്ളത് തന്നെയാണ് കേട്ടോ. പിന്നെ ദേ കണ്ണൻ എവിടെയോ ഞാൻ കേട്ട് മറന്നിരിക്കുന്നു മഞ്ച് ഇഷ്ടമാണെന്ന് കേട്ടോ. അതുകൊണ്ട് എൻ്റെ ഉണ്ണിക്കണ്ണന് ഞാൻ മഞ്ചും കണിയായി വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്വർണ്ണാഭരണങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ. പിന്നെ എൻ്റെ കയ്യിലുള്ള കളക്ഷൻ ഉണ്ടല്ലോ, നമ്മൾ 500, 100 അങ്ങനെയുള്ള കളക്ഷൻ എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങ, ചക്ക, മാങ്ങ, തണ്ണിമത്തൻ, മുന്തിരിങ്ങ, തക്കാളി, വഴുതനങ്ങ അങ്ങനെ തുടങ്ങി വേണ്ട നിരവധി നമ്മളെ പച്ചക്കറികളും എല്ലാം ഞാനിവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. വിഷുക്കണി ഒരുക്കുന്ന കാര്യങ്ങളൊന്നും പിന്നെ എനിക്ക് അറിയേണ്ട കാര്യമില്ല കേട്ടോ. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ അച്ചായി അമ്പലത്തിലെ പൂജാരി ആയതുകൊണ്ട് തന്നെയും അച്ചായി ഇതിനോടനുബന്ധിച്ച് നിൽക്കുന്ന ആളായതുകൊണ്ട് തന്നെയും അതിൻ്റെ അടുക്കും ചിട്ടയിലും എല്ലാം അച്ചായി തന്നെയായിരിക്കും വിഷുക്കണി എല്ലാ പ്രാവശ്യവും ഒരുക്കുന്നത് കേട്ടോ. അങ്ങനെ എല്ലാം ഒരുക്കി ഞങ്ങൾ കണിയെല്ലാം കണ്ടു. പിന്നെ ഐശ്വര്യമായിട്ട് വെളുപ്പിലെ കണിയും എല്ലാം കണ്ട് അച്ചായി നേരെ ക്ഷേത്രത്തിലേക്ക് പോയി. അപ്പോൾ അച്ചായി ഒരു 12 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരും അമ്പലത്തിൽ നിന്ന് കേട്ടോ. ഇന്ന് 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ രാവിലെ കാപ്പിയൊന്നും കൊടുത്തയക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വിശന്നായിരിക്കും വരുന്നത്. അപ്പം നമുക്ക് 12 മണിയാകുമ്പോൾ സദ്യ തയ്യാറാവുകയും വേണം കേട്ടോ. ഇനിയാണല്ലോ അടുക്കളയിൽ ഒരു യുദ്ധം തുടങ്ങാൻ പോകുന്നത്. ഇപ്പോഴത്തെ ചൂട് നിങ്ങൾക്ക് അറിയാമല്ലോ കൂട്ടുകാരെ. ഈ ചൂടത്ത് അടുക്കളയിൽ നിന്ന് പാചകം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. അപ്പോഴ് ഞാനാണെങ്കിൽ ഇന്ന് ഫുൾ ടയേർഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഡെയിലി വ്ളോഗാണല്ലോ ഇപ്പോൾ ഇടുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നമ്മൾ ഈ വീഡിയോ എടുത്ത് ഇന്ന് തന്നെ എഡിറ്റ് ചെയ്ത് വോയിസും കൊടുത്താണ് ഇടുന്നത്. അപ്പോൾ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും ആയിരുന്നു കേട്ടോ. പിന്നെ അവിയൽ, തോരൻ, സാമ്പാറിനൊക്കെയുള്ള മലക്കറികൾ തലേ ദിവസം തന്നെ അമ്മ അരിഞ്ഞു വെച്ചിരുന്നതുകൊണ്ട് വലിയ എളുപ്പമായിരുന്നേ. അങ്ങനെ രാവിലെ ഇഡ്ഡലിക്കുള്ള മാവെല്ലാം കോരി വെച്ചതിന് ശേഷമാണ് ഞാൻ കുളിക്കാൻ പോയത് കേട്ടോ. അപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഇറങ്ങിയ സമയം കൊണ്ട് അമ്മയും കുളിക്കാനായിട്ട് കയറിയിട്ടുണ്ട്. അങ്ങനെ കുളിച്ച് വന്ന് തലയൊക്കെ തോർത്തുവാണേ. ഇനി അരി ഇടുവാണ്. അപ്പം ഞാനാണെങ്കിൽ ഇവിടെ വെള്ള അരി ഇടാൻ ഞാൻ സമ്മതിക്കത്തില്ല. എനിക്ക് ഈ PCOD ഒക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പറയും നമുക്ക് ഈ ചുമന്ന അരി തന്നെ ഇട്ടാൽ മതി എന്ന് പറയും. അങ്ങനെ അരിയെല്ലാം ഞാൻ കഴുകിയത് നമ്മുടെ വെള്ളം അങ്ങ് തിളച്ച് കേട്ടോ. ഓടിച്ചെന്ന് അടപ്പ് ഇങ്ങനെ ഞാൻ ഓർക്കാതെ അങ്ങ് തുറക്കുന്നത്. ഞാനെന്നല്ല, ഒരുപ്പെട്ട വീട്ടമ്മമാരെല്ലാം ഇങ്ങനെ ആയിരിക്കും അല്ലേ. എത്ര തുണിയും എത്ര എന്തൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് കൈ കൊണ്ട് ചെന്ന് തുറന്ന് പൊള്ളുമ്പോൾ ഒരു സുഖമല്ലേ. എന്തായാലും പൊള്ളിയൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ എന്തായാലും അരിയും ഒക്കെ ഇട്ട് അപ്പോഴത്തേക്ക് ഇതാണ്ട് നമ്മുടെ ഇഡ്ഡലി നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അമ്മ നല്ലപോലെ ഇഡ്ഡലിക്കൊക്കെ മാവാട്ടും. ഞാൻ മാവാട്ടിയ ചിലപ്പോൾ അത്ര അങ്ങോട്ട് ശരിയാവാറില്ല കേട്ടോ. അങ്ങനെ എന്തായാലും ഇതാ ഇഡ്ഡലി എല്ലാം വെന്തത് കോരി വെച്ച് ഇനിയാണ് നമ്മുടെ കറിയുടെ അങ്ങോട്ട് പരിപാടി തുടങ്ങാൻ പോകുന്നത്. ആദ്യം ഐശ്വര്യമായിട്ട് ഞാൻ വെക്കുന്നത് സാമ്പാറാണേ. അപ്പോൾ അത് എണ്ണ ഒഴിച്ചു കടുക് ഇട്ടു. അതിനകത്തേക്ക് നമ്മളിതാ സാമ്പാർ കഷ്ണങ്ങളെല്ലാവരും ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, അറിയാമല്ലോ എല്ലാവർക്കും. അങ്ങനെ സാമ്പാറൊക്കെ തയ്യാറായി. ഇനി പരിപ്പ് കറി വെക്കാൻ പോവുകയാണേ. അപ്പോൾ കുറച്ച് പയർ ഇട്ടിട്ടുണ്ട്. ഇനി അതങ്ങ് ബിസിലടിച്ച് വെന്താൽ മതിയല്ലോ. ആ നേരത്തിന് ഇഡ്ഡലി സാമ്പാർ ഞാനും അമ്മയും കൂടെ പോയിരുന്ന് വിശാലമായിട്ട് കഴിച്ചേ. ഇനി ഈസ്റ്റേൻ്റെ പാലട പായസമാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ. അപ്പോൾ 2.5 ലിറ്റർ പാലാണ് അവർ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതുപോലെ 2 കവർ പാൽ ഞാൻ എടുക്കുന്നുണ്ടേ. അന്നേരം ഇഡ്ഡലി കുട്ടകത്തിനകത്തേക്ക് നമ്മൾ 1 കവർ പാൽ ഒഴിച്ച് കുറച്ച് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഞാൻ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഈ നേരത്തിന് നമുക്ക് അവിയൽ, തോരൻ, പിന്നെ തീയൽ, കിച്ചടി, പച്ചടി എല്ലാത്തിനും തേങ്ങ വേണ്ട പരിപാടികളാണ്. അപ്പോൾ തേങ്ങകൾ എല്ലാത്തിനും കൂടെ ഒരുമിച്ച് അങ്ങ് തിരിഞ്ഞു വെക്കുക. ഈ നേരത്തിന് അമ്മ ഇവിടെ എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ അവിയൽ നമ്മുടെ കുക്കറിലേക്ക് ഒരു ബിസിലടിച്ച് അവിയലിൻ്റെ മലക്കറികൾ വേവുമല്ലോ, അതാണ് അമ്മ ചെയ്തത്. നമ്മുടെ അവിയലിൻ്റെ ബിസിലാണ് വന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ പായസം ചെറുതീക്കാതിരുന്നത് വറ്റി വന്നപ്പോഴത്തേക്ക് 2ാമത്തെ കവർ പാലും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഒന്നും കൂടെ ചെറുതീക്കാതിരിക്കുമ്പോഴത്തേ റെഡിയാവും. ഇനി നമ്മൾ അടുത്ത ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. എണ്ണ ഒഴിച്ചു, കടുകിട്ടു, കറിവേപ്പില ഇട്ടു, ചുമന്നുള്ളി ഇട്ടു കേട്ടോ. ഇനി അതിനകത്തേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്നത് പറഞ്ഞാൽ അരപ്പാണ് കേട്ടോ. അരപ്പ് ഇട്ട് നമ്മൾ പരിപ്പാണ് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ആ അരപ്പ് ഇട്ട് കൊടുത്തിട്ട് അരപ്പിനകത്ത് നമ്മൾ പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ, തേങ്ങ, ജീരകം, വെളുത്തുള്ളി എല്ലാം ഒഴിച്ചാണ് എൻ്റെ അരപ്പ് തയ്യാറാക്കുന്നത്. എന്നിട്ട് പയർ നമ്മൾ കുക്കറിൽ വേവിച്ചെങ്കിലും മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കത്തേ ഉള്ളൂ ഞാൻ കേട്ടോ. അപ്പോൾ അടിപൊളി പരിപ്പാണ് കേട്ടോ. പരിപ്പ് പൊളക്കാതെ ഇങ്ങനെയും വെക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി അടുത്ത ഐറ്റം ഉണ്ടാക്കാൻ പോവുകയാണ്. നമ്മൾ വീണ്ടും എണ്ണ ഒഴിച്ചു, കടുകിട്ടു, കറിവേപ്പില ഇട്ടു. അതിനകത്തേക്ക് വേണ്ടത് നമ്മൾ അരപ്പ് ഇട്ടിട്ടുണ്ട്. അവിയലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അവിയലിൻ്റെ അരപ്പ് എല്ലാവർക്കും അറിയാമല്ലോ. ഒന്നും കൂടെ ഞാൻ പറഞ്ഞേക്കാം. അവിയലിനകത്തേക്ക് തേങ്ങ എടുത്തു, അതിനകത്ത് മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, വെളുത്തുള്ളി എല്ലാം ഇട്ടാണ് അരപ്പ് നമ്മൾ അടിച്ചെടുക്കുന്നത്. അങ്ങനെ അരപ്പ് അപ്പോൾ അവിയലും തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഇനി ഈ കൂട്ടത്തിലേക്ക് ഇഷ്ടംപോലെ പാത്രങ്ങൾ വരുമല്ലോ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളൊരു സദ്യ ഉണ്ടാക്കാത്തപ്പോൾ തന്നെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാക്കാൻ കയറിയ 1000 പാത്രങ്ങളാണ്.
അന്നേരം എനിക്ക് ഏറ്റവും വലിയ ഉപകാരം എന്ന് പറഞ്ഞാൽ അമ്മ ഇങ്ങനെ നിന്ന് എല്ലാ പാത്രങ്ങളും അങ്ങ് കഴുകിക്കോളും കേട്ടോ. അപ്പം നമുക്ക് അതുകൊണ്ട് ആ ഒരു ബുദ്ധിമുട്ട് അറിയത്തില്ല. ഇപ്പം തന്നെ എന്തൊക്കെയായി, ഇപ്പം സാമ്പാറായി, പരിപ്പായി, പിന്നെ അവിയലായി, അടുത്ത തോരനാണ് കേട്ടോ. തോരന് ക്യാബേജൊക്കെ അമ്മ ഇന്നലെ അങ്ങ് അരിഞ്ഞ് വെച്ചിരുന്നു. അപ്പോൾ ക്യാബേജ് തോരൻ ഞാൻ വെള്ള കളറിലാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ തേങ്ങയും ജീരകപ്പൊടിയും വെളുത്തുള്ളിയും ഉപ്പും കൂടെ മാത്രമേ വെള്ള കളർ തോരൻ വെക്കാൻ വേണ്ടി ഞാൻ അരപ്പെടുക്കത്തുള്ളൂ. ഞാൻ കണ്ടോ വിയർത്ത് കുളിച്ച് ഒരു പരുവായി ഞാൻ കേട്ടോ. എന്ത് ചെയ്യാനാണ് ഇനി അടുത്തത് വെക്കുന്നതെന്ന് പറഞ്ഞാൽ കിച്ചടിയാണ് കേട്ടോ. ബീട്രൂട്ടിൻ്റെ കിച്ചടിയാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ അരപ്പ് വരുന്നതെന്ന് പറഞ്ഞാൽ തേങ്ങ, കടുക്, ജീരകം, ഒരു പച്ചമുളക് ഇത്ര ഇട്ടാണ് നമ്മൾ അതിൻ്റെ അരപ്പ് തയ്യാറാക്കുന്നത് കേട്ടോ. എന്നിട്ട് വേണ്ട അത് ക്രഷ് ചെയ്ത് കുക്കറിട്ട് വേവിച്ചിട്ടാണ് നമ്മൾ ക്രഷ് ചെയ്തൊന്നും കൂടെ എടുക്കും. അപ്പോൾ നമ്മുടെ കിച്ചടിയായി. ഇനി ഇതേ സെയിം മെത്തേഡ് തന്നെയാണ് നമ്മുടെ വെള്ളപ്പച്ചടി. അപ്പോൾ വെള്ളപ്പച്ചടി ഞങ്ങൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, മറ്റേ ബീട്രൂട്ട് വെച്ച് ഒരു കളറും എവിടെയും മിക്സിയുടെ ജാറിൽ ഒന്നിലും കാണാൻ പാടില്ല, അല്ലെ പിന്നെ നമ്മുടെ ആ വെള്ള കളർ അങ്ങ് പോയി കിട്ടും കേട്ടോ. അങ്ങനെ വേണ്ട വെള്ളപ്പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഈ നേരത്തിന് അമ്മയുള്ളതുകൊണ്ട് വലിയ ഉപകാരമാണ്. അമ്മ എല്ലാ പാത്രങ്ങളും നല്ല എരിഞ്ഞു പിടിക്കുന്ന വെയിലായതുകൊണ്ട് തന്നെ എന്താ പറയണ്ടേ, എല്ലാം കഴുകി ഒതുക്കി വെക്കുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് കുറച്ച് ജോലി ഒഴിയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നല്ല കട്ട തൈരും വേണം കേട്ടോ ഈ പച്ചടിയും കിച്ചടിയൊക്കെ ഉണ്ടാക്കാനായിട്ട്. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന പുളിശ്ശേരിയാണ്. പുളിശ്ശേരി ഉണ്ടാക്കേണ്ട കാര്യം നിങ്ങൾക്ക് പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയായിരിക്കും. എന്നാലും ഒന്നുകൂടെ ഞാൻ പറഞ്ഞുതരാം. തേങ്ങ എടുക്കണം, ജീരകം എടുക്കണം, വെളുത്തുള്ളി എടുക്കണം, പച്ചമുളക് എടുക്കണം, കുറച്ച് ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലും ഇട്ട് അരപ്പരച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇനി അതിനകത്തേക്ക് നമ്മൾ ഉടച്ച് വെച്ചിട്ട് വേണം തൈര് ഒഴിക്കാൻ. അപ്പം നമ്മുടെ പുളിശ്ശേരിയും തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്ത വറുത്തരച്ച് നമ്മൾ തീയിൽ വെക്കാൻ പോവാണ്. അതിന് ഞാൻ തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. തേങ്ങ ഇങ്ങനെ നല്ല മൂപ്പിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പുറത്തെ ചട്ടിക്കകത്ത് നമ്മൾ ഇതിൻ്റെ മലക്കറികൾ, അത് വേണ്ട വെജിറ്റബിൾസ് ഒന്ന് വഴട്ടിയെടുക്കാൻ പോവാണേ. അപ്പോൾ അമ്മ തേങ്ങ വറുക്കുന്നു, ഞാനിവിടെ എണ്ണ ഒഴിച്ചു, കടുകിട്ടു, കറിവേപ്പില ഇട്ട്, ഉള്ളിയൊക്കെ ഇട്ടത്, സവാള, തക്കാളി, പിന്നെ എന്താ എടുക്കണം അടുത്തെന്ന് പറഞ്ഞാൽ നമ്മൾ വഴുതനങ്ങ എടുക്കുന്നുണ്ട്, ഉരുളൻകിഴങ്ങ് എടുക്കുന്നുണ്ട്. ഇത്രയും സാധനങ്ങളാണ് വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം കൂടി ഇട്ടെന്നൊരു ഉപ്പ് ഇട്ട് ഇളക്കിയപ്പോഴത്തേക്ക് ഇവിടെ തേങ്ങയ്ക്കകത്ത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയും കൂടി ഇട്ട് തേങ്ങ ആ കളറായി വരുമ്പോഴത്തേക്ക് പൊടി കരിയാത്ത രീതിയിലാക്കി എടുത്തിട്ട് ഞാൻ വെള്ളം ഒഴിക്കാതെ മിക്സിയുടെ ജാർ നല്ല തുടച്ച് വൃത്തിയാക്കിയിട്ട് പൊടിച്ച് ഭസ്മം പോലെ ആക്കി നമ്മളിതാ ഈ വഴണ്ട പച്ചക്കറിക്കകത്തേക്ക് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിനകത്തേക്ക് പിഴിപുള്ളിയുടെ വെള്ളം പിഴിഞ്ഞൊഴിക്കും കേട്ടോ. അപ്പം നല്ല ബ്രൗൺ കളർ തീയൽ കിട്ടുകയും ചെയ്യും. ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. നമുക്ക് ഇലയെ വിളമ്പേണ്ട തീയലായതുകൊണ്ട് കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചത് പറ്റിച്ചെടുത്താൽ തീയൽ തയ്യാറായിട്ടുണ്ട്. ഇനി അടുത്ത പപ്പടം പൊള്ളിച്ചെടുക്കുകയാണ് കേട്ടോ. പപ്പടം നല്ല പപ്പടമായിരുന്നു ഈ പ്രാവശ്യം മേടിച്ചത്. അതുകൊണ്ട് നല്ല പടപടേന്ന് പറഞ്ഞിങ്ങനെ പൊങ്ങി വരുന്നുണ്ടായിരുന്നു. അങ്ങനെ പപ്പടവും കൂടെ പൊള്ളിച്ചപ്പോഴത്തെ ചുരുക്കി പറഞ്ഞാൽ സദ്യക്കുള്ള കാര്യവട്ടങ്ങളെല്ലാം തയ്യാർ. ഇനി എൻ്റെ ഗ്യാസ് കുട്ടന്മാരെ കുളിപ്പിക്കാൻ പോവാണ് കേട്ടോ. കാര്യം ഇവന്മാരെപ്പോഴും ഇങ്ങനെ കണ്ണാടി പോലെ ചിരിച്ചിരിക്കണം, അതാണ് എനിക്കിഷ്ടം. അപ്പം നമ്മൾ ഏത് ജോലി ചെയ്താലും അതിനോടൊപ്പം തന്നെ പാത്രങ്ങളായാലും എല്ലാ കാര്യങ്ങളും വൃത്തിയാക്കി പോയാൽ നമുക്കൊരു സമാധാനമാണേ. അല്ലേ പിന്നെയും കിടന്ന് കഷ്ടപ്പെടണ്ടേ. ഇനി കുടിക്കാനുള്ള വെള്ളമാണ് കേട്ടോ. കരിങ്ങാലിപ്പൊടി ഇട്ടാണ് ഞങ്ങൾ വെള്ളം തിളപ്പിക്കുന്നത്. ഇനി അതിന് ശേഷം എന്ന് പറഞ്ഞാൽ കുറേ പാത്രങ്ങളുണ്ടല്ലോ എപ്പോഴും പറയാറുള്ള പോലെ, അതെല്ലാം ഞാനൊന്നും ഓടിച്ച് കാണിച്ചേ കേട്ടോ. അങ്ങനെ താണ്ട് എൻ്റെ അടുക്കള ഞാൻ സൂപ്പർ ആക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഈ ഒരു സ്റ്റീലിൻ്റെ പാത്രം മേടിച്ചതിന് മുതലേ നല്ലൊരു ഉപകാരമാണ്. കാര്യം പാത്രങ്ങളെല്ലാം വെയിലത്ത് വെക്കാത്ത എല്ലാം നമുക്ക് അതിനകത്ത് കഴുകി വെക്കാം. സദ്യയുടെ എല്ലാം റെഡിയായി അച്ചായി വാഴയില കൊണ്ടുവന്ന് വാഴയില കഴുകി നമ്മൾ വിളമ്പുവാണേ. ആദ്യം തന്നെ സദ്യക്കകത്ത് ഉപ്പാണ് വിളമ്പുന്നത് കേട്ടോ. ഉപ്പ് വിളമ്പിയതിന് ശേഷം ഇഞ്ചിക്കറി, മാങ്ങാക്കറി. അപ്പം ഞാൻ ഇഞ്ചി മാങ്ങയൊക്കെ എപ്പോഴും വീട്ടിൽ ഇടുന്ന ഈ പ്രാവശ്യം എനിക്ക് വയ്യായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ അതും കൂടി ഇട്ടില്ല. നമ്മൾ ഒന്നാമതേ ചൂടത്തെല്ലാം കൂടെ ആകുമ്പോൾ കുഴഞ്ഞു പോകും കേട്ടോ. അങ്ങനെ ഇഞ്ചി മാങ്ങയും വിളമ്പിയതിന് ശേഷം കിച്ചടി വിളമ്പി, പച്ചടി വിളമ്പി, പിന്നെ നമ്മുടെ വറുത്തരച്ച തീയലാണ് ഞാൻ അടുത്തത് വിളമ്പിയത്. അടുത്തത് നമ്മുടെ വെള്ള കളറിലെ ക്യാബേജ് തോരൻ, പിന്നെ അവിയൽ കേട്ടോ. നല്ല ടേസ്റ്റി അവിയലായിരുന്നു. ഞാൻ വെച്ചുകൊണ്ട് തന്നെ പറയുന്നത് തോന്നരുത് കേട്ടോ, എല്ലാം നല്ല ഫുഡായിരുന്നു. അടുത്ത പഴവും പിന്നെ പപ്പടവും വെച്ചിട്ടുണ്ട് കേട്ടോ. ചിപ്സും ശർക്കര വരട്ടി മേടിക്കാൻ പറഞ്ഞപ്പോൾ അച്ഛ പറഞ്ഞു ശർക്കര വരട്ടി ഒന്നും കിട്ടത്തില്ല വേണ്ടേ, ചിപ്സ് മേടിക്കാൻ എനിക്ക് കടയിൽ പാനും വയ്യെന്ന് പറഞ്ഞു. കാര്യം അച്ചായി അമ്പലത്തിൽ നിന്ന് കുഴഞ്ഞല്ലേ വരുന്നത്. അങ്ങനെ എനിക്കാണെങ്കിൽ അച്ചായിക്ക് എങ്ങനെയെങ്കിലും ഈ ചോറ് പെട്ടെന്ന് 12 മണിയാകുമ്പോൾ തയ്യാറാക്കണം. അതുകൊണ്ടാണ് ഞാൻ എല്ലാം പെടച്ചടിച്ച് ചെയ്തത് കേട്ടോ. അങ്ങനെ ചോറും ഇട്ട് പരിപ്പ് ഒഴിച്ച് സാമ്പാറും ഒഴിച്ചതാണ് നമ്മുടെ പാലട പായസവും പിന്നെ പുളിശ്ശേരിയും. അപ്പോഴത്തേക്കും നമ്മുടെ സദ്യ തയ്യാറാണ്. അങ്ങനെ അച്ചായി വന്നൊന്ന് പുറവും കുളിച്ച്, അച്ചായി ആണെങ്കിൽ തണുത്ത വെള്ളമേ ഇപ്പോൾ കുടിക്കത്തുള്ളൂ, ചൂടല്ലേ. എനിക്കാണെങ്കിൽ തണുത്ത വെള്ളം കണി കാണാൻ പോലും പറ്റത്തില്ല. ടോൺസിലൈറ്റിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യാനാ, ചൂടായാലും ചൂടുവെള്ളമേ പറ്റൂ. അങ്ങനെ അച്ചായി പറയാണ് പിങ്കിമോളെ അടിപൊളി സദ്യ കേട്ടോ എന്ന് പറയുമായിരുന്നു. അപ്പം നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ എത്ര കഷ്ടപ്പെട്ടാലും ഇതുപോലൊക്കെ ഒരു ഊണ് അവർക്ക് വേണ്ടി തയ്യാറാക്കി കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു മനസ്സമാധാനം ഉണ്ടേ.
അതൊരു വല്ലാത്ത സന്തോഷമാണ്. അങ്ങനെ എൻ്റെ ഉണ്ണിക്കണ്ണനും വിഷുവും ഒക്കെ ഇതായിരുന്നു കേട്ടോ. അങ്ങനെ വൈകുന്നേരം എല്ലാ ജോലികളും ഒതുക്കിയതിന് ശേഷമാണ് ഞാനും അമ്മയും വിഷുവായിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്നത് കേട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് തെങ്ങയ്യത്ത് ക്ഷേത്രമെന്ന് നമ്മൾ പറയും, അതുപോലെ കമ്മാഞ്ചേരി മഠം എന്നും പറയും കേട്ടോ. കമ്മാഞ്ചേരി മഠത്തിൻ്റെ കുടുംബക്കാരുടെ അമ്പലമാണ്. അങ്ങനെ നമ്മൾ തെങ്ങയ്യത്ത് അമ്പലത്തിലേക്ക് പോകാൻ പോവുകയാണ്. ചുട്ടറ ശ്രീ ഭദ്ര ദുർഗാദേവി ക്ഷേത്രമെന്നും അറിയപ്പെടും ഈ അമ്പലം കേട്ടോ. കുറച്ച് ഒരു 5 മിനിറ്റ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ. രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല, കാര്യം എല്ലാവരെയും കണക്കല്ല. നമുക്ക് 12 മണിയാകുമ്പോൾ ഊണ് സദ്യ റെഡി ആവണം. അച്ചായി അന്നേരത്തേക്ക് വരും, കാര്യം വിശന്നല്ലേ വരുന്നത്, കാപ്പി കൊണ്ടുപോയാൽ കുടിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് രാവിലെ അമ്പലത്തിലും കൂടെ ഒക്കെ പോയിട്ട് വന്നാൽ എല്ലാം ചെയ്യാന്ന് പറഞ്ഞാൽ നടക്കത്തില്ല കേട്ടോ. അങ്ങനെ ഇവിടുത്തെ തിരുമേനിയാണ്. തിരുമേനി നല്ല സ്നേഹമുള്ള തിരുമേനിയാണ് കേട്ടോ. നമ്മൾ വരുമ്പോഴൊക്കെ നല്ല സ്നേഹവും നല്ല ഇതാണ്. അങ്ങനെ തിരുമേനി അമ്മയ്ക്ക് ചന്ദനമൊക്കെ കൊടുക്കുവാണ്. അപ്പം തിരുമേനി ഇനി ദീപാരാധനയ്ക്ക് കയറാനുള്ള പുറപ്പാടിലാണ്. അപ്പം നമ്മുടെ തെങ്ങയ്യത്ത് നമ്മുടെ കണി ഒരുക്കിയതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അങ്ങനെ ഞാനും അമ്പലത്തിലൊക്കെ പോയി തൊഴുത്, അങ്ങനെ അമ്പലത്തിലെല്ലാം തൊഴുത് വന്ന് ഇനി വീട്ടിൽ വന്ന സത്യം പറഞ്ഞാൽ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, കൂട്ടുകാരെ, ടാറ്റാ.